ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സൈലത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസൊക്കെയുള്ള എരഞ്ഞിപ്പലത്തെ ഹൈബ്രിഡ് ക്യാമ്പസിലാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വിചാരിച്ചിട്ടുണ്ടാവുക ഈ ഒരു ക്യാമ്പസ് മാത്രമാണ് സൈലത്തിനുള്ളതെന്ന്. കാരണം ഇതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരേ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. പക്ഷേ സൈലത്തിന് കോഴിക്കോട് മറ്റൊരു ക്യാമ്പസ് കൂടിയുണ്ട്, മറ്റൊരു ഹൈബ്രിഡ് ക്യാമ്പസ് കൂടിയുണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ. പ്രൊഫസർ വെയിറ്റിംഗ് ആണ്, കുറേ നേരമായി വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നു. ഇടയ്ക്ക് തെറി പറയുന്നതിനൊക്കെ സംശയമുണ്ട്. നമുക്ക് എന്തായാലും പ്രൊഫസറെ കാണാം. സ്പെഷ്യൽ ക്യാമ്പസിന്റെ റിസപ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഒരു QR കോഡൊക്കെ കാണുന്നില്ല പ്രൊഫസർ? ഈ QR കോഡ് നമ്മുടെ ഈ അഡ്മിഷൻ പ്രോസസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാ. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഓ, അത് ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. വേണ്ട. അതായത് കൺവെൻഷനായി നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്കാൻ ചെയ്യുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പമാണ് കാര്യങ്ങൾ. യെസ്, തീർച്ചയായിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ക്ലാസ് റൂമിലേക്ക് പോവാം. എനിക്ക് ഒരു ക്ലാസ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. യെസ്, നമുക്ക് ക്ലാസ് റൂമിലേക്ക്. നമ്മുടെ മെന്റേഴ്സ് ആണ് ചെയ്യുടെ. യെസ്, അത് വളരെ സീരിയസ് ആയിട്ട് വർക്കിലാണ് തോന്നുന്നു. ക്ലാസ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ക്യാമ്പസിലെ ഒരു ക്ലാസ് റൂമിന് മുന്നിലുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത് അഡ്വാൻസ് ടെക്നോളജിയുള്ള വലിയ ക്ലാസ് റൂമുകളാണ്. ക്ലാസ് റൂം വിശാലമായ ക്ലാസ് റൂമുകളാണ്. ഇതാണ് നമ്മുടെ ഫാക്കൽറ്റി ലോഞ്ച്. ഫാക്കൽറ്റീസ് ഒക്കെ ഇവിടെയാണ് ഇരിക്കുക. യെസ്, വിശാലമായ നല്ല സൗകര്യമുള്ള ഫാക്കൽറ്റി ലോഞ്ച് ആണ്. അതെ, എനിക്ക് ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ്സിലാണ്. അതാണ് ഇങ്ങനെ. അതെ, അതുകൊണ്ട് ഒരു വിജനമായിരിക്കുന്നത് അല്ലേ. നമ്മൾ ബ്രേക്കിന്റെ സമയത്ത് വരികയാണെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ അവരോട് ഡൗട്ട് വയ്ക്കാനുള്ള കുട്ടികളും ഇവിടെ തന്നെ ഉണ്ടാവും. നിറഞ്ഞിരിക്കും അല്ലേ? യെസ്, തീർച്ചയായിട്ടും. എന്തായാലും വിശാലമായിട്ടുള്ള സ്റ്റാഫ് റൂമാണ്. കുട്ടികൾക്കൊന്ന് ഡൗട്ട് ചോദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ടീച്ചേഴ്സിന് നല്ല എന്താ പറയാ സൗകര്യപൂർവ്വം വർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ക്യാമ്പസ് മാനേജറുടെ ക്യാബിനാണ്. ആളെല്ലാം തോന്നുന്നു. ഇത് അക്കാഡമിക് കോർഡിനേറ്റർ നമ്മുടെ സാറ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ കോൺഫറൻസ് ഹാള്. അതെ, ഇവിടെയാണ് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ലേ? അതെ. ഗംഭീരാണല്ലോ. യെസ്, വിശാലമായിട്ടുള്ള ഡൈനിങ്. വിശാലമാണ്, അതേപോലെ നല്ല നീറ്റാണ്. അതെ, കുട്ടികൾക്കൊന്ന് റിലാക്സ് ആയി പിന്നെ ഒന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുള്ള. അതെ, ഷെയർ ചെയ്തും കഴിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞ റിലാക്സ് ആയി സംസാരിച്ചിട്ട് കഴിക്കാം. നമുക്കടുത്ത് മിനി മാർട്ട് കാണാൻ വേണ്ടി പോകാം അല്ലേ? കാരണം നമ്മുടെ ക്യാമ്പസുകളിൽ സൈലന്റ് ക്യാമ്പസുകളിൽ ഏറ്റവും വലിയ അട്രാക്ഷനുകളിൽ ഒന്നെന്ന് പറയുന്നത് മിനി മാർട്ടാണ്. യെസ്, തീർച്ചയായിട്ടും. അതായത് കുട്ടികൾക്ക് പഠനത്തിനടക്ക് റിലാക്സ് ആയിട്ട് ഫുഡ് കഴിക്കാം, സ്നാക്സ് കഴിക്കാം. കാരണം നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു സ്നാക്സോ കഴിച്ചാൽ പൊതുവെ നമ്മൾ ഉച്ചക്ക് കഴിച്ചാൽ മധുരം കഴിക്കണമെന്നുണ്ടാവും. അതെ, ഇവിടെ വരിക, വാങ്ങിക്കുക, കഴിക്കുക. ഇനി അത് മാത്രമല്ല കേട്ടോ, ഇവിടെ അവരുടെ പഠനത്തിന് ആവശ്യമായ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്. നോട്ട്ബുക്ക്, അതോടൊപ്പം തന്നെ പെന്ന് അല്ലേ, പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ പുറത്ത് പോയി വാങ്ങേണ്ട ആവശ്യമില്ല. ഒന്നിനും പുറത്ത് എല്ലാം നമുക്ക് അകത്ത് തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അത് അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാ പിന്നെ ഫോർ എക്സാമ്പിൾ അവർ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങളും അല്ലേ, നോക്കൂ പോലെ പൗഡർ പോലെ എല്ലാം അല്ലേ, ഹെയർ ഓയിൽ ഉണ്ട്, സോപ്പ്, അതോടൊപ്പം തന്നെ ടൂത്ത് ബ്രഷ്, എല്ലാം ഉണ്ട്. ഓക്കെ, ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് മിനി മാർട്ട്. പെൻസിൽ, റബ്ബറുണ്ട്, കളർ ടൈപ്പിലുള്ള പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഹൈലൈറ്റർ അല്ല അല്ലെ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോകേണ്ട ഇതില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതാണ് സൈലത്തിന്റെ
വെസ്റ്റ് ഹില്ലിലെ JEE എക്സ്ക്ലൂസീവ് ക്യാമ്പസ്. യെസ്. അപ്പോൾ JEE റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും അടിപൊളിയായിട്ട് പഠിക്കാനും കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ. അതെ, തീർച്ചയായിട്ടും അടിപൊളി ക്യാമ്പസ് ആണ്. അപ്പോൾ +2 പരീക്ഷയ്ക്ക് കഴിഞ്ഞ് JEE റിപ്പീറ്റ് ചെയ്ത് അടുത്ത വർഷത്തെ JEE മെയിൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും സ്വാഗതം. അതെ. കാരണം ഓഫ്ലൈനിൽ ഞങ്ങൾ പരിമിതമായ സീറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ നിങ്ങൾ എല്ലാ സൗകര്യമുള്ള ഒരു സാധനത്തിനും പുറത്തു പോകണ്ടെന്നാണ് നമ്മളിത് കണ്ടപ്പോൾ മനസ്സിലായത് അല്ലേ? അപ്പോൾ ഒരു ക്യാമ്പസിലേക്കാണ് നമ്മൾ JEE റിപ്പീറ്റർ ബാച്ച് ക്ഷണിക്കുന്നത്. മെയ് 15-നാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്, ആദ്യത്തെ ബാച്ചിന്റെ. അപ്പൊ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നമുക്ക് നേരിട്ട് അഡ്മിഷൻ എടുക്കാത്തവർ പെട്ടെന്ന് തന്നെ ഉറപ്പുവരുത്തുക. സോ നേരിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.